ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്യൂസ്ഡേസ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. നമ്മളിവിടെ തൈപ്പൂയാണ് കേട്ടോ. അപ്പോൾ എല്ലാ വർഷവും എനിക്ക് തോന്നുന്നു ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഈ ഒരു വർഷം വരെ പൂയം വ്ളോഗ് ഞാൻ മിസ്സാക്കിയിട്ടില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ ഇടണ്ടേ അങ്ങനെ വിചാരിച്ചു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ആലസ്യം കുറച്ച് കൂടുതലാണല്ലോ, അപ്പോൾ എന്തായാലും ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 7:30-8 മണിയോടുകൂടി ആവുന്നുണ്ട്. എപ്പോഴത്തെയും പോലെ എല്ലാവരും ഉണ്ട്. നമ്മൾ പണിക്കാട്ടിന്നുണ്ട്, ഗീത്തുൻ്റോടൊന്നുണ്ട്, ചാത്തൂൻ്റോടൊന്നുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ വീട്ടിൽ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ചേച്ചിക്ക് പെട്ടെന്ന് വേറെ അത്യാവശ്യമായതുകൊണ്ട് ചേച്ചിക്ക് വരാൻ പറ്റില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പത്തിയും ബീഫുമാണ്. ഓൾറെഡി അച്ഛൻ ഇന്നലെ രാത്രി രാവിലെ തുടങ്ങിയ പണിയാണ്. ബീഫ് സെറ്റായി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ അടുക്കളയത്തെ വലിയ പരിപാടികളൊന്നുമില്ല. തിളപ്പിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് വരും, പിള്ളേരുടെ റെഡിയായിട്ട് റെഡിയാകും, അത്രേ ഉള്ളൂ. പിന്നെന്താ, പിന്നെ ചാർത്ത് ഉള്ളതുകൊണ്ട് എൻ്റെ വിഷ്വൽ ഈ വീഡിയോയിൽ കുറച്ചധികം കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്കിവിടെ ഇവിടെ പൂയം 1-ാം തീയതിയാണ് എല്ലായിടത്തും, ഞായറാഴ്ച ആയിരുന്നു. പക്ഷെ നമ്മളിവിടെ 4-ാം തീയതി ഫെബ്രുവരി 4-ാം തീയതിയാണ് ആഘോഷിക്കുന്നത് കേട്ടോ. സാധാരണ പൂയത്തിൻ്റെ അന്ന് തന്നെയായിരിക്കും ഇവിടെ. പ്രാവശ്യത്തെ പൂയം എങ്ങനെയായിരിക്കും എന്നറിയില്ല. കാരണം റോഡ് പണി കഴിഞ്ഞപ്പോൾ നമുക്ക് റോഡൊക്കെ വളരെ കുറവായി. കാവടി വരേണ്ട ഏരിയക്ക് ഭയങ്കര കുറവാണ്. തിക്കും തിരക്കും ജനങ്ങൾ എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഗൈസ് നോക്കാം. ഓക്കെ, ഒന്നുകൂടെ അച്ഛൻ്റെ ബീഫ് മനുഷ്യനെ കൊണ്ട് വല്ല തൊന്നരാവുണ്ട്. അച്ഛൻ്റെ ബീഫ്, അച്ഛൻ്റെ ബീഫിൽ ഇനി എന്തൊക്കെയോ പണിയുണ്ട്. ഒന്നും ചെയ്യാനൊക്കെ വെറുതെ ഓരോ കാട്ടായത് കാണിക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ രാവിലെ തന്നെ കൊഴുപ്പിക്കുന്നുണ്ട്. ചൂടാക്കി വെക്കാൻ പറഞ്ഞു, ചൂടാക്കട്ടെ. ഇനി അച്ഛൻ്റെതായ കുറെ കലാപരിപാടികളുണ്ട്. സോഫ് ചെയ്യട്ടെ മുടി ഒന്ന് അച്ഛനെ കൊണ്ട് തുമ്പ് കെട്ടിക്കണം ഗൈസ്. മതിയാ അച്ഛനെ കൊണ്ട് ഞാൻ മുടി വെട്ടിക്കാറ്. കുറച്ചു നാളായിട്ടുള്ള തുമ്പിടുന്നെങ്കിൽ തുമ്പ് ജസ്റ്റ് ഒന്ന് ചനക്കണം ഗൈസ്. അമ്മേ പണ്ടുണ്ടല്ലോ അമ്മേ, അച്ഛനെ ഞാൻ തല്ലി പിടിക്കുന്ന സമയത്തേ അച്ഛനെ കൊണ്ട് മുടിയുടെ തുമ്പ് വെട്ടിച്ചേ. അപ്പൊ അമ്മക്ക് ഓർമ്മയുണ്ട് അച്ഛൻ ഇത്ര വെട്ടിക്കാണ്. ഉണ്ട് അടിയാ കരഞ്ഞത്. മുടി പൊട്ടി പോയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ പണിക്കേ മുടി തറച്ചു തീർക്കുന്നത് ഇത് പറ്റേ വേണ്ട, അത്രയധികം വേണ്ട. എന്നാലും തുമ്പ്
ഇത്തിരി തുമ്പ് വെട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എന്റെ ഓർമ്മ വെച്ച കാലം മുതലേ അങ്ങേരെ കൊണ്ട് എന്നെ വെട്ടിക്കാറുള്ളൂ. വേറെ ഈ ഇപ്പടുത്തം കണ്ട വർഷങ്ങൾക്ക് ശേഷം ബ്യൂട്ടി പാർലറിൽ വെട്ടിയിട്ടുള്ളത്. പക്ഷെ എനിക്കെന്നാ ബ്യൂട്ടി പാർലർ വെട്ടില്ല. ചാന്തൊന്നും അവിടെ അതവിടെ സ്റ്റെക്കായി നിനക്ക് അവിടെ വെട്ടിട്ട് അങ്ങനെയായിരുന്നോ? എനിക്ക് എന്റെ പൊന്നെ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. മുടി വെട്ടിയിട്ട് എനിക്ക് അന്ന് അവിടെ നിന്ന് സ്റ്റെക്കായി. അത് പിന്നെ അങ്ങോട്ട് വളരുന്നുണ്ടായില്ല. പിന്നെ ഞാൻ കുറച്ച് നാൾ മുമ്പ് അച്ഛനെ കൊണ്ട് തന്നെ വെട്ടിച്ച്. ചില ആൾക്കാർ വെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാവുന്ന സമയത്തായിരിക്കും നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും അലമ്പുണ്ടാവുക. മോട്ടറിൽ വെള്ളം വരുന്നില്ല. ഇതാരുടല്ല വെറുതെ വെച്ചിക്ക ചെരുപ്പൊക്കെ കഴുകാൻ വേണ്ടിട്ട് മാമൻ കഴുകിച്ചിരിക്കാണ്ടല്ലേ. നേരൊക്കെ കുളിപ്പിച്ച് ഞാനും റെഡി ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ അതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കോമൺ ആസ് യൂഷ്വൽ. എന്തത് എന്ത് വെച്ച് നിനക്ക് ഞാനുണ്ടെങ്കിൽ ഈ വീട്ടില് എടാ ഇതെന്തത് സൂപ്പർ ഡ്രസ് പാറു. പാറു, ദിസ് ഡ്രസ് ഫ്രം ഫ്ലിപ്കാർട്ട്. അച്ഛനും അമ്മയും ഇപ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6 കൊല്ലമായിട്ട് ഇങ്ങനെ പൂയത്തിന് നമ്മുടെ എല്ലാവരെയും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഇടയിൽ അച്ഛന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന ഒരു സമയവും അച്ഛമ്മ മരിച്ച സമയത്തുമാണ് നമ്മൾ പൂയത്തിന് ആരെ ക്ഷണിക്കാതെ ഒക്കെ ഇരുന്നിട്ടുള്ളത്. ബാക്കി കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷങ്ങളിലും ഇവിടെ പൂയത്തിന് എല്ലാവരും കൂടും കേട്ടോ. രാവിലത്തെ ഭക്ഷണം ഇവിടെയാണെങ്കിൽ വൈകിട്ടത്തെ ഭക്ഷണം കീത്തുണ്ടോടെ അങ്ങനെയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും അതേപോലെ തന്നെ നമ്മുടെ ബീഫ് കറിയാണ്. എല്ലാ പ്രാവശ്യവും രാവിലെ പണിക്കാട്ടിൽ നിന്ന് വരെ ലേറ്റ് ആവും. അതിന് അച്ഛനും അമ്മയ്ക്കും എപ്പോഴും പരിഭവങ്ങളാണ്. ആസ് യൂഷ്വൽ ഇപ്രാവശ്യം അവർ വരാൻ ലേറ്റ് ആയിട്ടോ. എന്താ പറയുക, ഞങ്ങളൊരു ഐഡൻറ്റിറ്റിയാണ് ലേറ്റ് കമ്മിങ് എന്ന് പറയുന്നൊരു സംഭവം. ഇപ്പോൾ പിന്നെ പിള്ളേരായി പിന്നെ അത് കുറച്ചുകൂടി റീസൺ ആയി. പിള്ളേരായപ്പം ഞങ്ങൾക്ക് ഒട്ടും കറക്റ്റ് സമയത്തിന് ഒരുത്തേക്ക് ഇറങ്ങാൻ പറ്റാറില്ല. പിന്നെ ഇത് നമ്മുടെ ചേട്ടൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇതും എല്ലാ വർഷവും ഏട്ടൻ ഉണ്ടാക്കാറുള്ളതാണ്. നമ്മൾ പൈനാപ്പിളിൽ ഒരുപാട് പച്ചമുളക് ഇങ്ങനെ കുനുകുനാന്നരിഞ്ഞ് സൊറുക്കിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം. അപ്പോൾ അളിയനും രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അത് ഉണ്ടാക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കാവടി കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ സാലഡ് മേക്കർ എന്ന് പറയുന്നത് നമ്മുടെ ചേട്ടനാണ്. ചേട്ടൻ പൈനാപ്പിളും പച്ചമുളകും സംഭവങ്ങൾ സാലഡ് ചെയ്യും. അത് ശരിയാണ്. പൈനാപ്പിളിൽ പച്ചമുളകും മുളകിട്ട് വയറിളക്കും. അതെ, അതിലേ പോയി കഴിഞ്ഞാ ബാത്റൂമിൽ ഇറങ്ങാം. ഇവൻ എന്നോട് എന്തുവാടേ രാത്രി കാവലിക്ക് നീ ഇവിടെ തൂറി മെഴുതി ചെയ്യും. എന്താ വേണ്ട മുടി കെട്ടണ്ട. നല്ല അതിക്കിട്ടും മര്യാദക്ക് അമ്മ പറഞ്ഞിട്ടേ മര്യാദക്ക് നമ്മ നല്ല രീതിയിൽ മര്യാദക്ക്. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാൻ നിൽക്കുകയാണ്. പാറ് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം സഞ്ജുദേ പോയിട്ടുണ്ട് കാവടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്
സഞ്ജിപ്പം പോയിട്ടുണ്ട്. ഹായ്. അയ്യോ ചെരുപ്പിട്. ഇനിയിപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നേരെ കാവടി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പണ്ടൊക്കെ ഞാൻ അയൽവക്കക്കാരെ കൂടെ പോവാം കേട്ടോ. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പാതിരാത്രിയൊക്കെ കയറി വരുള്ളൂ. ഇവിടെ വീട്ടിൽ അമ്മ ഉണ്ടാവാറില്ല, അച്ഛൻ പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ടായിരിക്കും. അപ്പോൾ ഞാൻ അയൽവക്കക്കാരെ കൂടിയാണ് ഞാൻ പോവാ. നിമ്മിക്കൂടുണ്ട് എൻ്റെ വീട് തൊട്ടപ്പുറത്ത്, അവളായിട്ടാണ് ഞാൻ പോവാറുള്ളത്. അപ്പോൾ അത് എല്ലാവരും റെഡി ആയിട്ട് പോവാണ്. എല്ലാ പ്രാവശ്യവും ഇവിടെ പൂയത്തിന് ഭയങ്കര ക്രൗഡായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം റോഡ് പണി വന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലം വളരെ കുറവാണ്. എങ്ങനെയായിരിക്കും, ജനത്തിരക്കായിരിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് കേട്ടോ. പിന്നെ ഭയങ്കര വെയിലൊക്കെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാശിക്കൂട്ട കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ടാണ് ഗൈസ് പോണത്. നമ്മൾ ഇറങ്ങിയ സമയത്ത് തന്നെ നല്ല അടാറ് വെയിലായിരുന്നു. അപ്പൊ നമ്മളിത് ഇടമുട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ തൈപ്പൂയക്കാവടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി റിലാക്സ്. അവൾ സുരക്ഷിതമായ കരങ്ങളിലാണ്. സോ യു ഡോണ്ട് വെറി. ഞങ്ങൾക്ക് അറിയില്ല എന്താണ് എങ്ങനെയാണ് നടക്കാൻ പോണേന്നൊന്നും. അല്ലേ ഇത് ഏതാ സ്ഥലം? വെയിലത്ത് നമ്മള് അല്ലല്ലോ. കീർത്തന ആക്ച്വലി ഞങ്ങളുടെ ശാഖ ആയതുകൊണ്ട് ഞങ്ങൾ അമ്മ എവിടേക്കാ ലക്ഷട്ടാ പറ. നല്ല വെയിലാന്ന് പറയല്ലോ. ടു ഹോട്ട് ചെയ്യാ. ഭയങ്കര വെയിലാണ് ഗൈസ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും 1-2 പേര് ആ ഡാൻസ് കളിക്കുന്ന ചേച്ചിമാരെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ പിള്ളേരെയും ഒക്കത്ത് വെച്ച് ഞങ്ങൾ ഡാൻസ് കളിച്ചത് ഞങ്ങളെ പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. എവിടെ കൊട്ട് കണ്ടാലും കൊട്ടുന്നോടത്തൊക്കെ കയറി തുള്ളുന്ന ആൾക്കാരാണ് ഞാനും ഗീതും. പക്ഷേ നമ്മൾ വിചാരിച്ചത്ര ക്രൗഡ് ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. പക്ഷെ ഒരുപാട് വെറൈറ്റി കാവടികളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. വിചാരിച്ചത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചത് ഇണങ്ങാൻ പറ്റില്ല എന്നാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ വളരെ നേരത്തെയാണ് എത്തിയത്. സാധാരണ ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ പറമ്പിലെത്താറുള്ളത്. പക്ഷെ ഞങ്ങൾ ഇത്തിരി നേരത്തെയാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് അധികം ജനത്തിരക്ക് തോന്നാഞ്ഞത്. ഞങ്ങൾ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേനും അത്യാവശ്യം ക്രൗഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടന് കണ്ണീക്കേട് ഭയങ്കര മൂർച്ഛനാവസ്ഥയിൽ എത്തിയിരിക്കുന്ന സമയമായിരുന്നു. വെയിലത്തൊട്ട് ഏട്ടന് നോക്കാൻ പറ്റില്ലായിരുന്നു. ഭയങ്കര കണ്ണുവേദനയായിരുന്നു. അപ്പോൾ ഏട്ടൻ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. കാശിക്കുട്ടൻ ഏട്ടൻ എടുത്തുകൊണ്ട് നീ അടിച്ച് പൊളിച്ച് കറങ്ങി വായെ നോക്കി വാടി എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ഏട്ടൻ അവിടെ കാറിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വ്യൂ കിട്ടുമായിരുന്നു കേട്ടോ. കൊട്ടിൻ്റെ ഒക്കെ പൊക്കത്തിലല്ല റോഡുള്ളത്. അപ്പോൾ കാറിൽ അച്ഛനും മോനൊക്കെ ഇരിക്കുന്നുണ്ട്. ചിങ്കാരിമേളം തകർത്ത് കൊഴുത്ത് മെഴുക്കാണ് ഗൈസ്.
കാവടി നല്ല രസമായിരുന്നേ. ഞങ്ങളപ്പോൾ അതേ കുറച്ചൊക്കെ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കയറി ഒന്ന് തുള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ കാണുന്നത്, അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയ സമയത്താണ് ഇതൊക്കെ ഓരോ ശാഖകളുടെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികളെല്ലാവരും കാറിലാട്ടോ. ഇപ്പോൾ ഏട്ടനും 4 കുട്ടികളും കാറിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. ഏട്ടൻ്റെ ഒക്കെ എല്ലാവരെയും കൊടുത്ത് ഞങ്ങൾ പോന്നു. പിന്നെ ഭയങ്കര വെയിലായതുകൊണ്ട് തന്നെ മക്കളെ അധികം വെയിലത്ത് നിർത്താൻ പറ്റില്ല, അവർക്ക് പെട്ടെന്ന് വയ്യായി വരും. നമ്മുടെ കാവടികൾ കണ്ടില്ലേ എന്തൊരു രസമായിട്ടാണ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കായിട്ടോ. നമ്മൾ ഇവിടുത്തെ ഇടമുട്ടം പൂയത്തിൻ്റെ ചെറിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 4 ശാഖകളിൽ നിന്നും ഭയങ്കര വെറൈറ്റി കാവടികൾ വരുന്നു എന്നുള്ളത്. ആ വെറൈറ്റി കാവടികൾ ഞങ്ങൾ ഇറങ്ങുന്ന നേരത്താണ് കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടു, കുറേ പഴയ കുറേ ആൾക്കാരൊക്കെ നമ്മൾ കണ്ടു. ഭയങ്കര ഹാപ്പിയായി ഞാൻ. അങ്ങനെ ഈ കാവടി സെറ്റുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മൾ വേഗം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടെ ഫുഡൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. പക്ഷെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി കുറേ. പക്ഷെ മക്കൾക്ക് വിശക്കില്ലേ, അത് ആലോചിച്ചിട്ടാണ് നമ്മൾ പോണത്. അല്ലെങ്കിൽ ഞങ്ങൾ മണിക്കൂറോളം ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കണ്ട ഗൈസ്. അതിനിടയിൽ ഐസ്ക്രീം മേടിക്കണമല്ലോ, ഐസ്ക്രീം ഇല്ലാതെ നമുക്ക് വേറെ പരിപാടി ഇല്ലല്ലോ. അപ്പോൾ ഐസ്ക്രീം മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐസ്ക്രീമും കൂടെ മേടിച്ചു. പിള്ളേർ കാണാതെ കാറി കയറിയൊക്കെ മുമ്പ് ഞാനും ഇതൊക്കെ വേഗം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തി നമ്മുടെ ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. ബിരിയാണി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണിയും ചിക്കനും ബീഫും, അതന്നെ ബീഫും പിന്നെ നമ്മുടെ സാലഡും. ഇതായിരുന്നു നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് എന്ന് പറയണത്. ഇപ്പോൾ ചേട്ടന്മാരും എല്ലാവരും ഇരുന്നിട്ട് ബാക്കി കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലേഡീസ് ഇരുന്നത് കേട്ടോ. നല്ലൊരു ഫോട്ടോ എടുക്കാം. വേഗം കഴിക്കുന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണുന്നത് എൻ്റെ ചേടത്തിയാണ് കേട്ടോ. എനിക്ക് ആകെ ഒരു ചേടത്തി ഉള്ളതാണ് ഇതായിരിക്കുന്നത്. ഞങ്ങളുടെ വലിയേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ഞങ്ങൾ വലിയേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. കാരണം വലിയേട്ടൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പൂയത്തിനുണ്ടാവുന്നത്. കാവടി കാണാനൊക്കെ ഉണ്ട്. ചേട്ടൻ ഗൾഫിലാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പൂയത്തിന് നാട്ടിലുണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും അച്ഛനമ്മയും വലിയേട്ടനെയും ചേട്ടത്തിനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഞങ്ങൾ ലീനമ്മയുടെ അടുത്തേക്ക് വിടുകയാണ് കേട്ടോ. ഇനി അവിടെ നിന്ന് രാത്രി പൂരത്തിന് അവിടെ നിന്ന് പോകും ഞങ്ങൾ. ഇങ്ങനെയാണ് എല്ലാ വർഷത്തെയും നമ്മളുടെ ഒരു റൂട്ടീൻ എന്ന് പറയണത്. അപ്പോൾ കാശിക്കുട്ടൻ നല്ല ഉറക്കമായിരുന്നു. അവിടെ എത്തിയപ്പോൾ നല്ല അസല ചായ ഇട്ട് തന്നു. ഞാൻ കാശിക്കുട്ടനെ നൈസായിട്ട് കൊണ്ടുപോയിട്ട് കെടുത്തിട്ടോ. ഇനി അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ. മുത്തേട്ടനുണ്ട്, നമ്മുടെ മുത്തുക്കുട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുത്തുട്ടനെയും അവിടെ കെടുത്തി. എല്ലാ പ്രാവശ്യവും കുഞ്ഞാവി ഉണ്ടാവാറുണ്ട്. മുത്ത് ഗൾഫിൽ പോയിട്ട് ഇപ്പോൾ ലീവിന് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പലഹാരങ്ങളും നല്ല അസല പാൽച്ചായൊക്കെ ഉണ്ടായിരുന്നു. അത് കുടിച്ചതിന് ശേഷം പിന്നെ കീത്തുൻ്റെ മാമുണ്ടായിരുന്നു, മാമയുടെ മോനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും നല്ല കോമഡി വൈബാണ്. എപ്പോഴും നമ്മളിങ്ങനെ കസിൻസൊക്കെ കൂടുമ്പോഴും അതൊരു വൈബ് തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങളിതേ പൂരപ്പറമ്പിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. പൂരത്തിനും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ജനത്തിരക്കുണ്ടായിരുന്നു കേട്ടോ. നല്ലോണം ആൾക്കാരുണ്ടായിരുന്നു പൂരത്തിന്. ഐനൂസ് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചാന്തും സഞ്ജും അവരെ ഫ്രണ്ട്സും വേറൊരു സെറ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ഭക്ഷണം കഴിക്കുന്ന നേരമാകുമ്പോഴേ ലീനമ്മരോടേക്ക് വരാമെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ എന്തോ പറയാൻ വന്നല്ലോ. പൂരത്തിന് ഈ പറഞ്ഞ പോലെ പിള്ളേരാരും ഉണ്ടായിരുന്നില്ല ഗൈസ്. ഏട്ടനും വന്നിരുന്നില്ല. ഏട്ടന് ഭയങ്കര കണ്ണിക്ക് പൊടിയൊന്നും അടിക്കാൻ പറ്റില്ലായിരുന്നു. റെസ്റ്റ് എടുക്കേണ്ട ടൈമായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ പിള്ളേരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. എന്നോട് പൊക്കോളാൻ പറഞ്ഞു. ഐനൂസിന് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കോളിഫ്ലവറും കാര്യങ്ങളും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐനൂട്ടനെ നല്ല വാശിയായിരുന്നു. ഐനൂസ് അവന് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അപ്പോൾ അവനെ ശമിപ്പിക്കാൻ വേണ്ടി പാപ്പ വാങ്ങിച്ച് കഴിക്കുകയാണ് ഞങ്ങൾ.
ഇപ്രാവശ്യത്തെ വെടിക്കെട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര കിണ്ണം കച്ചയായിരുന്നു. പൂരവും നല്ല രസമുണ്ടായിരുന്നു, ഭയങ്കര മെമ്മറബിൾ ആയിരുന്നു. സോ ഗൈസ്, നമ്മുടെ ഇപ്രാവശ്യത്തെ ഇടമുട്ടം പൂയ എന്ന് പറയുന്നത് ഇത്രയ്ക്കേ ഉള്ളൂ. നമ്മൾ അടുത്ത വർഷത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഒരു ജാനുവരി ആകുമ്പോഴത്തേനും നമ്മൾ വെയിറ്റിംഗ് ആയിരിക്കും നമ്മുടെ പൂരം. അപ്പോൾ അവിടെ വൈകിട്ട് പുലാവും ബീഫ് കറി ആയിരുന്നു. അതും കൂടെ കഴിച്ച് ഒരു പാതിരാത്രിയായ സമയത്താണ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതിലേക്ക് ബൈ, സീ യു.